മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 75-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൻ നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വ്യലാസീർന്ന ഖലു ബഹുജനൈസ്താവദാവേദിതോ ഭൂഃ ദൃഷ്ട്വാഥ ത്വം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാഃ പൂർണ്ണാനന്ദാ വിപാപാഃ സരസമപി ജഗുസ്ത്വത്കൃതാനി സ്മൃതാനി. ഭഗവാൻ നല്ല രംഗത്തേക്ക് വരുന്നതായിട്ടുള്ള ആ ഇതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ ആനയുടെ കൊമ്പ് തോളത്ത് വെച്ചും കൊണ്ട് രംഗത്തേക്ക് കിടക്കണതായിട്ടുള്ള ആ ഭഗവാനെ ആളുകൾ കണ്ടപ്പോൾ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാംഗന നോ യശോദ നന്ദഗോപരല്ല ധന്യനായിട്ടുള്ളത്, പശുപാലാംഗനകളല്ല, യശോദയല്ല, നമ്മൾ തന്നെയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ എന്ന് അവർ പാടി പുകഴ്ത്തി എന്നാണ് പറയണത്. അവർ അത് തന്നെ വിചാരിച്ചു. ഈ ഭഗവാനെ ഇങ്ങനെ കാണാൻ സാധിച്ചത് കൊണ്ട് നമ്മൾ തന്നെയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ എന്നവർ വിചാരിച്ചു. ഈ ആ ഭഗവാൻ അതിനെ പറ്റിയിട്ട് കവിയുടെ പറയലാണ്. കവി പറയണതാണ് ഈ ശ്ലോകത്തിൽ. ഇനി പൂർണ്ണം ബ്രഹ്മ ഏവ ബ്രഹ്മൈവ ബ്രഹ്മ ഏവ, ബ്രഹ്മ എന്നേ ഉള്ളൂ, ബ്രഹ്മ എന്നില്ല. പൂർണ്ണം ബ്രഹ്മ ഏവ, പൂർണ്ണമായിട്ടുള്ള ആ ബ്രഹ്മം തന്നെയാണ്, സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ആ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. പൂർണ്ണം ബ്രഹ്മ ഏവ നിരവധി, എങ്ങനെയുള്ളതാണ്? പൂർണ്ണമാണ്. പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുമ്പോൾ അംശമൊന്നുമല്ല, സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ പരമാത്മാവ്, ആ ബ്രഹ്മം തന്നെയാണ്. എങ്ങനെയുള്ള ബ്രഹ്മമാണ്? നിരവധി, അവധി ഇല്ലാത്തത്. അവധി എന്ന് പറഞ്ഞാൽ ലിമിറ്റ്, അവസാനം എന്ന് പറയാട്ടെ, അതില്ല. ആദ്യത്തെ അവധിയില്ല, ആദ്യവുമില്ല, അവസാനവുമില്ല. രണ്ടവധി, രണ്ടും ഇല്ലാത്തത് എന്നർത്ഥമാണ്. നിരവധി, അവധി ഇല്ലാത്തത്, അതായത് അറ്റം ഇല്ലാത്തത്, അത് എപ്പോഴും സർവത്ര വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ കാലം കൊണ്ടും ദേശം കൊണ്ടും ഉള്ളതായിട്ടുള്ള അവധി ഇല്ലാത്തത്. നേരത്തെ ആദ്യത്തെ ശ്ലോകത്തിലെ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിർമുക്തം കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലം കൊണ്ടും ദേശം കൊണ്ടുമുള്ളതായിട്ടുള്ള അവധി ഇല്ലാത്തതാണ് ആ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നിരവധി എന്നുള്ളതായിട്ടുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവധിയൊന്നും ഇല്ലാത്തത്, അതായത് യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള പരിച്ഛേദവും ഇല്ലാത്തത്, സർവത്ര കാലദേശാവങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ളത്, സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതും സർവകാലത്തും വർത്തിക്കുന്നതും ആയിട്ടുള്ളത്. നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം, പരമാനന്ദ സ്വരൂപമാണ്. സച്ചിദാനന്ദ രൂപമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സാന്ദ്ര ആനന്ദ അവബോധാത്മകം എന്നാണ് പറയുന്നത്. ആ ആനന്ദാത്മകാണ്. നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം, പരമാനന്ദമായിട്ടുള്ളതും സാന്ദ്രപ്രകാശം, തിങ്ങി വഴിഞ്ഞു നടക്കുന്നതായിട്ടുള്ള പ്രകാശം തന്നെയാണ് ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. പരമാത്മാവിൻ്റെ സ്വരൂപം പ്രകാശാത്മകമാണ്. ആ പ്രകാശത്തിന് അതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ പ്രകാശം എന്ന് പറയാനില്ല. അത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു പ്രകാശസ്വരൂപമാണ് ഈ ബ്രഹ്മം എന്നാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബ്രഹ്മം ഇവിടെ ഗോപവാദിയിൽ സാക്ഷാത്തായിട്ട് പ്രകാശിക്കണു എന്നാണ് പറയണത്. സാക്ഷാത്തായിട്ട് വെച്ചാൽ നേരിട്ട് കണ്ണിൽ നമ്മുടെ കക്ഷികൾക്ക് വിഷയമായി കൊണ്ട് ആ കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള ബാലൻ്റെ രൂപത്തിൽ, ബാലസ്വരൂപമായിട്ട് അത് സാക്ഷാത്തായിട്ട് എല്ലാവർക്കും കണ്ട് ആനന്ദിക്കത്തക്ക വിധത്തിൽ അവിടെ പ്രത്യക്ഷമായിട്ട്
വന്നു എന്നാണ് പറഞ്ഞത്. നിരവധി പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത്, നിരവധി അവധിയില്ലാത്തതും പൂർണ്ണമായതും പരമാനന്ദ സ്വരൂപവും ആയിട്ടുള്ള ആനന്ദസ്വരൂപവുമായിട്ട് പരമാനന്ദ സ്വരൂപവും ആയിട്ടുള്ള ആ ബ്രഹ്മം തന്നെ സാക്ഷാത്തായിട്ട് ആളുകളുടെ അക്ഷികൾക്ക് വിഷയമാകും വണ്ണം ഗോപേഷു ത്വം വിലാസീഹി, ഗോപന്മാർക്കിടയിൽ അങ്ങ് വിലസിച്ചു, അങ്ങ് വിളങ്ങിക്കൊണ്ടിരുന്നു. ആ ഗോപപാടത്തിൽ അങ്ങ് ആ ഗോപന്മാർക്കിടയിൽ അങ്ങ് കളിച്ചും രസിച്ചും വിലസിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയണത്, പ്രകാശിച്ചു കൊണ്ടിരുന്നു എന്ന്. അപ്പം അങ്ങനെ ആ സമയത്തൊന്നും താവത്, അതുവരെ, അതായത് ഈ മധുരാപുരിയിൽ എത്തുന്നത് വരെ ഈ ഗോപവാടിയിൽ കഴിഞ്ഞിരുന്നതായ ഈ ഭഗവാൻ സാക്ഷാത്തായിട്ട് എല്ലാവർക്കും ദൃശ്യനായിരുന്നു എങ്കിലും അത് ബഹുജനങ്ങളൊന്നും അറിഞ്ഞില്ല. ഗോപവാടിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തിനെ കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അത് ഉണ്ടായിരുന്നില്ല. അതായത് മധുരാപുരിയിലുള്ളതായിട്ടുള്ള ജനങ്ങൾക്കൊന്നും ഈ ഭാഗ്യം സിദ്ധിച്ചില്ല എന്ന് ഇത് അറിഞ്ഞതുമില്ല അവർ. ഭഗവാൻ ഇങ്ങനെ ഇവിടെ വിലസുന്നുണ്ട് എന്നുള്ളത് ഈ സാമാന്യ ജനങ്ങളൊന്നും അറിഞ്ഞില്ല. അവിടെ അങ്ങനെ സുഖമായിട്ട് താമസിക്കുന്നു എന്നല്ലാതെ കണ്ട് അത് ഭഗവാനാണ് എന്നുള്ളത് അവിടെ ഉള്ളവരും അറിഞ്ഞിരുന്നില്ല. അവർക്ക് പക്ഷെ ആ നേരിട്ട് കാണാനായിട്ട് സാധിച്ചിരുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മധുരാപുരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോരോ ലീലകൾ, അത്ഭുത പ്രവൃത്തികൾ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ളതായ ബോധമുണ്ടായി. ആ ബ്രഹ്മത്തിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ചുള്ള ബോധമുണ്ടായി എന്നാണ് പറയുന്നത്. ഗോപേഷുത്വം വ്യലാസീഹി, അങ്ങ് ആ ഗോപന്മാരുടെ ഇടയിൽ ആ പരബ്രഹ്മമായിട്ടുള്ള അങ്ങ്, പരമാത്മാവായിട്ടുള്ള അങ്ങ് ഗോപന്മാരുടെ ഇടയിൽ അങ്ങനെ വിളങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ താവത്, അതുവരെ, എങ്ങനെ ഇതുവരെ മധുരാപുരിയിൽ എത്തുന്നത് വരെ നഖലു ബഹുജനൈഹി താവത് ആവേദിതഃ അഭൂത്, ആവേദിതഃ അഭൂഹു, അങ്ങ് അതുവരെ ആ ബഹുജനൈഹി, ബഹുജനങ്ങളാൽ ആവേദിതഃ ന അഭൂഹു, ആവേദിതനായിരുന്നില്ല, അറിയപ്പെട്ടിരുന്നില്ല. അങ്ങിങ്ങനെ സാക്ഷാൽ ഭഗവാനാണ്, പരബ്രഹ്മമാണ് ഗോപവാടിയിൽ വിളങ്ങുന്നത് എന്നുള്ളത് സാമാന്യ ജനങ്ങൾ അന്ന് അറിഞ്ഞിരുന്നില്ല. ഈ മധുരയിൽ എത്തുന്നത് വരെ അവർക്ക് അതൊന്നും ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഗോപേ നഖലു ഉണ്ടായില്ല, ഇല്ല എന്നാണ്. നഖലു ബഹുജനൈഹി, ബഹുജനങ്ങളാൽ താവത് അതുവരെ ന ആവേദിതഃ അഭൂഹു, ന ആവേദിതു, അവിടെ പദം മുറിക്കുമ്പോൾ ഒക്കെ മനസ്സിരുത്തണം. ബഹുജനൈഹി താവത് ആവേദിതഃ അഭൂഹു, അപ്പോൾ എന്നുള്ളത് അവിടേക്ക് ചേർക്കണം. ന ആവേദിതഃ അഭൂഹു, ആവേദിതനായി തീർന്നില്ല, അങ്ങ് ബഹുജനങ്ങൾക്ക് അറിയപ്പെട്ടിരുന്നില്ല, ബഹുജനങ്ങളാൽ അറിയപ്പെട്ടിരുന്നില്ല, അവർക്ക് അറിഞ്ഞിരുന്നില്ല ഭഗവാൻ തന്നെയാണ് ഈ ഗോപവാടിയിൽ വസിക്കുന്നത് എന്നുള്ളത് ബഹുജനങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ്. ഇനി ദൃഷ്ട്വാധത്വം, ഇനി അഥ അനന്തരം, അതായത് ഈ മധുരാപുരിയിൽ എത്തിയതിന് ശേഷം ത്വാം ദൃഷ്ട്വ, അങ്ങയെ കണ്ടിട്ട്, അതായത് രാജവീതിയിൽ കൂടെ നടക്കുമ്പോൾ ഉള്ളതായിട്ടുള്ള അത്ഭുത കൃത്യങ്ങളും അതിനു മുൻപ് കേട്ടിട്ടുള്ളതായിട്ടുള്ള അത്ഭുത കൃത്യങ്ങളും ഒക്കെ ഓർത്തുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ജനങ്ങൾ ദൃഷ്ട്വാ അഥ ത്വാം തദേദം പ്രഥമമുപഗതേ, തദേദം പ്രഥമം, ആദ്യമായിട്ടുള്ളതായിട്ടുള്ള അങ്ങ് മധുരാപുരിയിൽ വന്നത് ആദ്യമാണ്. മധുരാപുരിയിൽ ജനിച്ചു എങ്കിലും അപ്പോൾ തന്നെ അവിടുന്ന് കൊണ്ടുപോയി അല്ലേ, അമ്പാടിയിൽ കൊണ്ടുപോയി കിടത്തി. അത് കഴിഞ്ഞതിന് ശേഷം മധുരയിലേക്ക് വരണത് ഇപ്പോഴാണ്. അപ്പം അങ്ങനെ ഇതം പ്രഥമം, ഇപ്പോൾ ആദ്യമായിട്ട്, ഇതം പ്രഥമം വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് മധുരയിലേക്ക് തിരിച്ചു വരണത്. ഇതം പ്രഥമം ഉപഗതേ പുണ്യകാലേ, പുണ്യമായിട്ടുള്ള ആ കാലം വന്നു. ആ സമയം വന്നപ്പോഴേ പുണ്യം പ്രവർത്തിക്കാൻ തുടങ്ങി. പുണ്യപാപങ്ങൾ ഓരോന്നും പ്രവർത്തിച്ചും കൊണ്ടിരിക്കും ജീവിതത്തിൽ. അപ്പം ഇതുവരെ അവർക്ക് ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പുണ്യകാലം വന്നു, അവരുടെ പാപം നശിച്ചിട്ട് പുണ്യകാലം വന്നു. ഭദ്രാജനങ്ങൾക്ക്, മധുരാപുരിയിലെ ജനങ്ങൾക്ക് ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള യോഗം ഉണ്ടായി എന്നാണ്. ഇതം പ്രഥമം ഉപഗതേ പുണ്യകാലേ,
ഈ പുണ്യകാലം ഇതാദ്യമായിട്ട് എത്തിച്ചേർന്നപ്പോൾ ഇത്ര നാളും ആ പുണ്യകാലം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇതം പ്രഥമം ഉപഗതേ പുണ്യകാലേ ജനൗഘാഹ. അപ്പോൾ ആ ജനങ്ങളെല്ലാം തന്നെ പൂർണ്ണാനന്ദാഹ, പൂർണ്ണാനന്ദന്മാരായിട്ട് അത്യധികമായിട്ടുള്ള പൂർണ്ണമായ സന്തോഷത്തോടു കൂടിയവരായി തീർന്നു. വിപാപാഹ, പാപമൊക്കെ നശിച്ചു. ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവരുടെ പാപമൊക്കെ നശിച്ചു. വിപാപാഹ, പാപം എല്ലാം പോയവരായി, നശിച്ചവരായി. സരസം അഭിജഗുഹു ത്വൽകൃതാനി സ്മൃതാനി, സ്മൃതാനി ത്വൽകൃതാനി, അവരുടെ സ്മരണയിലെത്തിയതായ അങ്ങയുടെ പ്രവൃത്തികളെക്കുറിച്ച്. ത്വൽകൃതാനി, അങ്ങ് ചെയ്തിട്ടുള്ളതായ ഓരോരോ പ്രവൃത്തികളെക്കുറിച്ച്. എങ്ങനെയുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ? അവർ സ്മരണയിലെത്തിയതായ, അവർ കേട്ട് സ്മരണയിലെത്തിയതായിട്ടുള്ള അങ്ങയുടെ പ്രവൃത്തികളെക്കുറിച്ച് അവർ പാടിക്കൊണ്ടിരുന്നു. സരസം അഭിജഗുഹു, അഭിജഗുഹു പാടിക്കൊണ്ടിരുന്നു. സരസം വളരെ സന്തോഷത്തോടുകൂടി രസമായിട്ട് അവർ ഈ അങ്ങയുടെ ചെയ്തികളെക്കുറിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയണത്. അതായത് ജനങ്ങൾക്കൊക്കെ ഭഗവാനാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധം ഉണ്ടായിട്ട് അവരൊക്കെ ഭഗവാന്റെ ഓരോരോ കൃത്യങ്ങളെക്കുറിച്ചും അവർ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഓരോരോ കൃത്യങ്ങളെക്കുറിച്ചും പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്നു എന്ന്. പൂർണ്ണം ബ്രഹ്മൈവ, പൂർണ്ണം ബ്രഹ്മ ഏവ, ആ ബ്രഹ്മം തന്നെ അങ്ങ്, സാക്ഷാൽ ബ്രഹ്മമായിട്ടുള്ള അങ്ങ്, യഥാർത്ഥത്തിൽ ബ്രഹ്മമായിട്ടുള്ള അങ്ങ് തന്നെ പൂർണ്ണം, പരിപൂർണനായിട്ട്, അതായത് പരിപൂർണമായിട്ട് അങ്ങ് അവതരിച്ചിരിക്കുകയാണ് കൃഷ്ണനായിട്ട് എന്നാണ്. പൂർണ്ണം ബ്രഹ്മ ഏവ സാക്ഷാത്, ആ പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മം സാക്ഷാത്തായിട്ട് ഇവിടെ വ്രജത്തിൽ വന്ന് വിളങ്ങുകയാണ്. സാക്ഷാത് നിരവധി അവധിയില്ലാത്തത്, ആദ്യം അന്തവും ഇല്ലാത്തത്, അവധിയില്ലാത്തതായിട്ടുള്ള നിത്യനായിട്ടുള്ള അങ്ങ് പൂർണ്ണനാണ്, സർവത്ര വ്യാപിച്ചു നിൽക്കുന്നവനാണ്, നിരവധിയാണ്, ആദ്യവും അന്തവും ഇല്ലാത്തവനാണ്. അങ്ങനെ പരമാനന്ദ പ്രകാശം, പരമാനന്ദ സാന്ദ്രപ്രകാശം, പരമാനന്ദ സ്വരൂപനാണ്, സാന്ദ്രമായ ഇടതൂർന്ന പ്രകാശത്തോടു കൂടിയവനുമാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബ്രഹ്മം തന്നെ സാക്ഷാത്തായിട്ട് ഈ ഗോപവാടിയിൽ അങ്ങ് വിലസിച്ചു. ഗോപേഷു ത്വം വിലാസീഹി, ഗോപവാടിയിൽ അങ്ങ് വിലാസീഹി, വിലസി അങ്ങ് വിളങ്ങിക്കൊണ്ടിരുന്നു. ഇനി നഖലു ബഹുജനൈഹി താവത് അവേദിതോ ഭൂഹു, താവത് അതുവരെ ബഹുജനൈഹി ബഹുജനങ്ങളാൽ, ഈ മഥുരാപുരിയിലുള്ളതായിട്ടുള്ള ബഹുജനങ്ങളാൽ താവത് ന ആവേദിത അഭൂഹു, അവരാൽ അറിയപ്പെട്ടിരുന്നില്ല. അങ്ങയെ ഭഗവാനാണ് എന്നുള്ളത് ഈ മഥുരാപുരിയിലെ ജനങ്ങളാരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ത്വാം ദൃഷ്ട്വാ അനന്തരം, ഇപ്പോൾ ഈ മഥുരാപുരിയിൽ വന്നതിന് ശേഷം ത്വാം ദൃഷ്ട്വാ, അങ്ങയെ കണ്ടിട്ട്, അങ്ങയുടെ ഈ ദിവ്യ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട്, അത്ഭുതാവഹങ്ങളായിട്ടുള്ള പ്രവൃത്തികളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും, ദൃഷ്ട്വാധത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ, തദേദം പ്രഥമം ആദ്യമായിട്ട് ആ പുണ്യകാലം സംപ്രാപ്തമായപ്പോൾ, അതുവരെ അവരുടെ പുണ്യകാലം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ആ പുണ്യകാലം സംപ്രാപ്തമായി, ഉപഗതമായി എന്നാണ്. അവരുടെ പുണ്യകാലം എത്തിച്ചേർന്നപ്പോൾ ഇതം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാഹ, ജനങ്ങൾ, സമൂഹം, ജനൗഘാഹ ജനസമൂഹം മുഴുവൻ, ജനങ്ങളെല്ലാം തന്നെ പൂർണ്ണാനന്ദാഹ വിപാപാഹ, പൂർണ്ണാനന്ദന്മാരായിട്ട് പരിപൂർണമായ ആനന്ദത്തോടുകൂടിയും പാപമെല്ലാം നശിച്ചവരായിട്ടും, വിപാപാഹ വിഗതമായ പാപത്തോടു കൂടിയവരെ, നശിച്ചതായ പാപത്തോടു കൂടിയവരായിട്ട്, പാപമെല്ലാം നശിച്ചവരായിട്ട്, വിപാപാഹ സരസം അഭിജഗുഹു, സരസമായിട്ട് അഭിജഗുഹു പാടിപ്പുകഴ്ത്തി. എന്ത്? ത്വൽകൃതാനി സ്മൃതാനി അവർ സ്മരിച്ചതായിട്ടുള്ള, ത്വൽകൃതാനി അങ്ങയുടെ ചെയ്തികളെക്കുറിച്ച്, അങ്ങയുടെ പ്രവൃത്തികളെക്കുറിച്ച് അവർ പാടിക്കൊണ്ടിരുന്നു എന്ന്. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാം നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം
ഗോപേഷു ത്വം വ്യലാസീർന്ന ഖലു ബഹുജനൈസ്താവദാവേദിതോ ഭൂഃ ദൃഷ്ട്വാഥ ത്വം തദേദം പ്രഥമുപഗതേ പുണ്യകാലേ ജനമുഖാ പൂർണ്ണാനന്ദ വിപാപ സരസമഭിജഗുസ്ത്വത്കൃതാനി സ്മൃതാനി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സമ്പൂർണ്ണ ബ്രഹ്മമാകും ജഗതത്തിൽ അറിവൻ ജ്യോതി ആനന്ദരൂപൻ, നിന്നെ കണ്ടില്ല ലോകർ പശുപരുടെ നടുക്കങ്ങു വാഴുന്ന കാലം. വന്നു നീ ആദ്യമായി ബഹുജനമഖിലം കണ്ടു പാവം നശിച്ചു, വാഴ്ത്തി ആനന്ദപൂർണൻ സരസമിഹ വിഭോ നിന്റെ മുൻ ചേഷ്ടിതങ്ങൾ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.